ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ മനുഷ്യത്വപരമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. നമ്മൾ ആദായ നികുതിയിൽ വന്നൊരു ഒരു ചേഞ്ച് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. MACT ക്ലെയിംസ്, അതായത് മോട്ടോർ ആക്സിഡൻസ് ക്ലെയിംസ് ഉണ്ടല്ലോ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന കോമ്പൻസേഷൻ എമൗണ്ട് മുൻപേ തന്നെ എക്സെപ്റ്റഡ് ആയിരുന്നു. പക്ഷെ അതിൽ നിങ്ങൾക്കറിയാം, പലപ്പോഴും ചിലപ്പോൾ 5-6 വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ കോമ്പൻസേഷനൊക്കെ കിട്ടുക. 10 വർഷം കഴിഞ്ഞ് കോമ്പൻസേഷൻ കിട്ടിയ കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ വലിയൊരു എമൗണ്ട് എന്തുണ്ടായിരിക്കും അവിടെ, ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ 20 ലക്ഷമാണ് കോമ്പൻസേഷൻ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 10-15 ലക്ഷമൊക്കെ ചിലപ്പോൾ ഇൻട്രസ്റ്റ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആ ഇൻട്രസ്റ്റിൽ TDS പിടിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. മാത്രമല്ല, ഈ ഇൻട്രസ്റ്റ് ഇൻകം നമ്മുടെ ടാക്സബിൾ ഇൻകത്തിന്റെ പാർട്ടും ആയിരുന്നു. അപ്പോൾ ആ ഒരു വലിയ ഒരു ബർഡൻ, പ്രത്യേകിച്ച് ഒരു ഫാമിലിനൊക്കെ സംബന്ധിച്ചിടത്തോളം, ഒരു ആക്സിഡന്റ് പറ്റി ചിലപ്പോൾ ഒരാൾ മരിച്ചു പോയിട്ടുണ്ടായിരിക്കാം, അവരുടെ വലിയ ഒരു ഗൃഹനാഥനോ അങ്ങനെയൊക്കെയുള്ള വളരെ ഒരു ഇൻകം ഏണിംഗ് മെമ്പറൊക്കെ മരിച്ചു പോയിട്ടൊക്കെ ഉള്ള ഒരു കേസുകളിലൊക്കെ ഇതുപോലെ ഇൻട്രസ്റ്റ് മേലൊക്കെ TDS പിടിക്കുക എന്ന് പറയുന്നത് അത്ര ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു സംഭവം ഒന്നുമല്ല. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് അത് ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് അത് വരുമാനത്തിന്റെ പരിധിയിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല, അതുമ്പോൾ ഇനി TDS പിടിക്കലും ഉണ്ടായിരിക്കുകയില്ല. TDSന്റെ പരിധിയിൽ നിന്നും ഈ ഒരു കാര്യം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ സ്വാഗതാർഹമായിട്ടുള്ളൊരു മൂവ്മെന്റ് ആണത്.